ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് റവ വച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് റവ ഇഡ്ഡലി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് റവ ഇഡ്ഡലി. ഒരു അരമണിക്കൂർ സമയം മാത്രം മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഉഴുന്ന് പരിപ്പൊന്ന് വറുത്തെടുക്കാം. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 4-5 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഈ ക്യാരറ്റും ബീൻസും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് സമയമായിട്ട് ഇളക്കൊന്നും വേണ്ട. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർക്കണം. നമുക്ക് എത്ര ഇഡ്ഡലി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം റവയൊക്കെ എടുക്കാൻ. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് റവയാണ് എടുത്തത്. 1.5 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി വറുത്ത റവയാണെങ്കിലും ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. റവയുടെ കളറ് മാറരുത്, എന്നാലും നന്നായിട്ട് മൂത്ത് വരണം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. റവ ഇപ്പോൾ വറുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. റവ ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് 1 ഗ്ലാസ് തൈര് ഒഴിക്കാം. നമ്മൾ റവ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും പുളിക്കാത്ത തൈര് വേണം, പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. റവയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് ഒരു 15 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ റവ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം നന്നായിട്ട് റവയിൽ പിടിച്ചിട്ട് റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കാം. ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. ഈ കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മതി കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. റവ ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ അല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. അതിനുശേഷം മാവ് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ഈ ചാനൽ ഇതാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം.
സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം, ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീമറിൻ്റെ താഴെ തട്ടിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിലെ തട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് തണുത്ത ശേഷം ഇതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.